So, today we are going to talk about the chemical changes. ഓക്കെ, നമുക്കറിയാം 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി പാഠഭാഗത്തിലുള്ള ഒരു യൂണിറ്റാണ് കെമിക്കൽ ചേഞ്ചസ്. മൊത്തമായി പറയുന്നില്ല, അതിൻ്റെ ഫിസിക്കൽ ചേഞ്ചസ് ആസ് വെൽ ആസ് കെമിക്കൽ ചേഞ്ചസ് എന്നീ രണ്ട് ചെറിയ ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം ഇതെന്താണ്, ഒരു ഐസ് ക്യൂബാണ് അല്ലേ. ഐസ് ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഐസും കട്ട എന്ന് പറയും നമ്മൾ. അപ്പോൾ ഈ ഐസും കട്ട ഒരു സർഫസിൽ നമ്മൾ വെച്ചാൽ അല്ലേ, അതെന്താവും, അലിഞ്ഞു പോകും അല്ലെങ്കിൽ വെള്ളമായി മാറും അല്ലേ. അങ്ങനെ വെള്ളമായി മാറുക മീൻസ് ഐസും കട്ട നമ്മളൊരു നോർമൽ സർഫസിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ അത് എന്തായിട്ട് മാറും, വാട്ടറായിട്ട് മാറുന്ന ആ ഒരു പ്രതിഭാസം, അതാണെന്ത്, ഫിസിക്കൽ ചേഞ്ചസ്. ശരിക്ക് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്യൂൾ ഒക്കർ അല്ലേ. ഒരു മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ മാറാണ് അല്ലേ. നോ ന്യൂ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് അല്ലേ. വെള്ളം മാറിയിട്ട് അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ, ഇല്ല, അതും വെള്ളമാണ്. ഇപ്പം നമ്മുടെ ഐസ് ക്യൂബിലുള്ള എന്താണ്, വെള്ളമാണ്. അതിൻ്റെ ഒരു എന്താണ് മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് മാറിയിട്ട് അതിൽ എന്താണ് സോളിഡ് എന്തായിട്ട് മാറുകയാണ്, ലിക്വിഡായിട്ട് മാറുകയാണ് അല്ലേ. അതാണ് എന്ത്, ഫിസിക്കൽ ചേഞ്ചസ്. നോ ന്യൂ സബ്സ്റ്റൻസസ് ആർ പ്രൊഡ്യൂസ്ഡ്. പുതിയ സബ്സ്റ്റൻസസ് ഒന്നും എന്താവുന്നില്ല, അവിടെ ഉണ്ടാവുന്നില്ല. ഡ്യൂറിങ് ഫിസിക്കൽ ചേഞ്ച് ഓൺലി എ ചേഞ്ച് ഇൻ ദി അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഒക്കർ അല്ലേ. അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ഫിസിക്കൽ ചേഞ്ചിൻ്റെ സമയത്ത് ആ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഓക്കെ, സോളിഡായിട്ടുള്ള ആ മോളിക്യൂൾ എന്തായിട്ട് മാറി, ലിക്വിഡായി മാറി. ഇനി കുറച്ചും കൂടി ടൈം അവിടെ വെച്ചാൽ അതെന്താവും, ഇവോപ്പറേറ്റ് ചെയ്തു, അതെന്തായിട്ട് മാറി, ഗ്യാസായിട്ട് മാറി അല്ലേ, ഇവോപ്പറേറ്റ് ചെയ്ത് മാറി. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, ഫിസിക്കൽ ചേഞ്ചസ്. ഇതൊരു ടെമ്പററി ചേഞ്ചാണ് അല്ലെങ്കിൽ ഒരു ടെമ്പററി പ്രോസസ്സാണ്. ഇറ്റ് ക്യാൻ ബി ഈസിലി ബ്രോട്ട് ഇറ്റ് ബാക്ക് ഇൻ ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ് അല്ലേ. അതിനെ നമുക്ക് എന്താക്കാം, അപ്പം നമ്മൾ ഈ ഐസിനെ അല്ലെങ്കിൽ ഈ വെള്ളത്തെ, ഇപ്പോൾ ഐസിൻ്റെ എന്തായി വെള്ളമായി മാറിയില്ലേ, ആ വെള്ളത്തെ നമ്മൾ വീണ്ടും തണുപ്പിക്കാൻ വെച്ചാൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ എന്തായിട്ട് മാറും, ഐസായിട്ട് മാറും അല്ലേ. അപ്പോൾ അങ്ങനെ എന്താക്കാം, നമുക്ക് അതിൻ്റെ അറേഞ്ച്മെൻറ്റിനെ അല്ലെങ്കിൽ ആ എന്താണ് സ്റ്റേറ്റിനെ നമുക്ക് എന്താക്കാം, വേറൊരു സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിൻ്റെ തിരിച്ചും വൈസ് വെർസ അല്ലേ, ബാക്ക്, അതിനെ ബ്രോട്ട് ഇറ്റ് ബാക്ക് ഇൻ ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. അതിൻ്റെ ആദ്യത്തെ പൊസിഷനിൽ തന്നെ നമുക്ക് എന്താക്കാം, ഒറിജിനൽ സ്റ്റേറ്റിൽ തന്നെ നമുക്ക് എന്താക്കാം, അതിനെ കൊണ്ടുവരാനും സാധിക്കും. അതാണ് എന്ത് പറയുന്നത്, ഫിസിക്കൽ ചേഞ്ച്. ഇനി ഇവിടെ നോക്കാം, രണ്ട് പിക്ചേഴ്സ് ഉണ്ട്. ഒന്നെന്താണ് പച്ചമാങ്ങ, രണ്ടാമത്തെ എന്താണ് പഴുത്ത മാങ്ങ അല്ലേ. അപ്പോൾ പച്ചമാങ്ങയുണ്ട്, പഴുത്ത മാങ്ങയുണ്ട്. ഇത് തമ്മിൽ എന്താ ഡിഫറൻസ്, നമുക്കറിയാം. പച്ചമാങ്ങ നമുക്ക് എന്താക്കാൻ കഴിയും, പഴുപ്പിക്കാൻ കഴിയും. പക്ഷെ പഴുത്ത മാങ്ങ നമുക്ക് പച്ചയാക്കാൻ കഴിയുമോ, ഒരിക്കലും സാധ്യമല്ല അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇതെന്താണ്, ഒരു കെമിക്കൽ ചേഞ്ചാണ്. മീൻസ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇത് പറയുകയാണ്. പച്ചമാങ്ങ നമ്മൾ എന്താക്കും, അരിയിലൊക്കെ വെച്ച് നമ്മൾ പഴുപ്പിക്കും അല്ലേ. എന്നിട്ട് നമ്മൾ എന്താക്കും, പഴുത്ത നല്ല മധുരമുള്ള പഴുത്ത മാങ്ങയായിട്ട് നമ്മൾ എന്താക്കും, കഴിക്കും അല്ലേ. അതാണ് എന്ത് പറയുന്നത്, കെമിക്കൽ ചേഞ്ചസ് എന്ന് വെച്ചാൽ വൺ സബ്സ്റ്റൻസ് ഗെറ്റ്സ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ന്യൂ സബ്സ്റ്റൻസസ് അല്ലേ. പുതിയൊരു സബ്സ്റ്റൻസസ് ആയിട്ട് എന്താക്കും, നമ്മൾ മൊത്തമായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ് അല്ലേ. ഇവിടെ പുതിയൊരു മോളിക്യൂൾസാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് നമുക്ക് പറയാം ഇതെന്താണ്, ഒരു പെർമനൻറ്റ് ചേഞ്ചാണ് അല്ലേ. ഇതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റ് അല്ലേ, ഈ ഒരു ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് നമുക്കിതിനെ മാറ്റാൻ കഴിയുമോ, ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് നമുക്കതിനെ മാറ്റാൻ കഴിയില്ല, ഒരു പെർമനൻറ്റ് ചേഞ്ചാണ്. അങ്ങനെയുള്ള ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ എ പീസ് ഓഫ് പേപ്പർ, നമ്മളൊരു പീസ് ഓഫ് പേപ്പർ എടുത്തു. ആ പേപ്പറിനെ നമ്മൾ എന്താക്കി, രണ്ടായി നമ്മൾ കട്ട് ചെയ്തു. അങ്ങനെ രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ വീണ്ടും എന്താക്കാം, ഗ്ലൂ ഒക്കെ വെച്ച് ഒട്ടിച്ച് അതിനെ ശരിയാക്കി നമുക്കൊരു പേപ്പറിൻ്റെ രൂപത്തിൽ തന്നെ എടുക്കാം. അതെന്താണ്, ഫിസിക്കൽ ചേഞ്ചാണ്. ഓക്കെ, കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ആ കടലാസിൻ്റെ ഇത് മാറി, ഷേപ്പ് മാറി. പിന്നെ നമ്മൾ എന്താക്കുന്നത്, ഗ്ലൂ ഇട്ടിട്ട് ഒറിജിനൽ ഷേപ്പിലേക്ക് മാറി അല്ലേ. ഇനി ആ കടലാസിനെ തന്നെ നമ്മൾ എന്താക്കി, ചുരുട്ടി ഒരു ബോൾ രൂപത്തിലാക്കി. അപ്പം അങ്ങനെ ബോൾ രൂപത്തിലാക്കിയതിന് ശേഷം അതിനെ പിന്നെ നിവർത്തിയാൽ പഴയ നോർമൽ പൊസിഷനിലാണ് ഉണ്ടാവുക, അല്ല ചുളിഞ്ഞിട്ടാണ് ഉണ്ടാവുക അല്ലേ.
അപ്പോൾ അതാണ് എന്ത് പറയുന്നത് കെമിക്കൽ ചേഞ്ചസ്. അതിനെ പിന്നെ നമുക്ക് നോർമൽ ഒരു കടലാസ് ഷേപ്പിലേക്ക് മാറ്റാൻ സാധ്യമല്ല. അതിനാണ് എന്ത് പറയുന്നത് കെമിക്കൽ ചേഞ്ചസ്. ഇനി ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയണം ഇതിൽ ഏതാണ് ഫിസിക്കൽ ചേഞ്ച് ഏതാണ് കെമിക്കൽ ചേഞ്ച് എന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, വാട്ടർ ബിക്കമിങ് വാട്ടർ വേപ്പർ. വെള്ളം എന്താവുക, വെള്ളം നീരാവിയായിട്ട് മാറാം അല്ലേ. അതെന്താണ് ഫിസിക്കൽ ചേഞ്ചസ് ആണോ കെമിക്കൽ ചേഞ്ചസ് ആണോ? നീരാവി നമുക്ക് വെള്ളമാക്കി മാറ്റാൻ കഴിയില്ലേ, അപ്പോൾ അതെന്താണ് ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ഇനി ബേണിംഗ് ഓഫ് വുഡ്, വുഡിൻ്റെ ബേണിംഗ് മീൻസ് വിറക് കത്തുക. വിറക് കത്തുന്നത് എന്താണ് ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ? വിറക് കത്തിയാൽ എന്താ കിട്ടുക, കരി കിട്ടും. കരിയെ നമുക്ക് വീണ്ടും വിറകാക്കി മാറ്റാനാവോ, ഒരിക്കലും സാധ്യമല്ല അല്ലേ. അപ്പോൾ അതെന്താണ് കെമിക്കൽ ചേഞ്ചസ് ആണ്. നെക്സ്റ്റ്, റസ്റ്റിംഗ് ഓഫ് അയൺ, ഇരുമ്പ് തുരുമ്പിക്കുക അല്ലേ. ഇരുമ്പ് തുരുമ്പിച്ച ഇരുമ്പിനെ നമുക്ക് വീണ്ടും അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് മാറ്റാനാവോ, ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ എന്താണ് കെമിക്കൽ ചേഞ്ചാണ്. നെക്സ്റ്റ് എന്താണ് മെൽട്ടിങ് ഓഫ് വാക്സ് ആണ് പറയുന്നത്. ഓക്കെ, മെഴുകുതിരി കത്തുക. അപ്പം മെഴുകുതിരി കത്തുന്നത് എന്താണ്, രണ്ട് തരത്തിലുണ്ട്. മെൽട്ടിങ് ഓഫ് വാക്സും ഉണ്ട്, ബേണിംഗ് ഓഫ് വാക്സും ഉണ്ട്. മെൽട്ടിങ് ഓഫ് വാക്സ് ആണെങ്കിൽ അതെന്താണ് മെൽട്ടിങ് ഓഫ് വാക്സും ബേണിംഗ് ഓഫ് വാക്സും ഉണ്ട്. മെൽട്ടിങ് ഓഫ് വാക്സ് എന്താണ് ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ഓക്കെ, ബേണിംഗ് ഓഫ് വാക്സ് എന്താണ് കെമിക്കൽ ചേഞ്ചസ് ആണ്. രണ്ടും മാറിപ്പോരുത്. മെൽട്ടിങ് ഓഫ് വാക്സ് ഫിസിക്കൽ ചേഞ്ചും ബേണിംഗ് ഓഫ് വാക്സ് കെമിക്കൽ ചേഞ്ചുമാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ് ആണ്. പടക്കം പൊട്ടിക്കുക അല്ലേ. നമ്മൾ ഓണത്തിനും പെരുന്നാൾക്കൊക്കെ പടക്കം പൊട്ടിക്കുന്നില്ലേ, ആ പൊട്ടിച്ച പടക്കത്തെ നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടുമോ, ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ് കമ്പിത്തിരി അല്ലെങ്കിൽ ബീഡി അല്ലെങ്കിൽ ഓലപ്പടക്കം ഇതൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചു കിട്ടുമോ, ഇല്ല. അങ്ങനെ തിരിച്ചിട്ട് നമ്മൾ പിന്നെ പീടികയിൽ പോയില്ലല്ലോ, പീടികയിൽ പോയിട്ട് മേടിക്കില്ല. അതുകൊണ്ട് എക്സ്പ്ലോഷൻ ഓഫ് ക്രാക്കേഴ്സ് എന്താണ് കെമിക്കൽ ചേഞ്ചസ് ആണ്. നെക്സ്റ്റ് എന്താ പറയുന്നത് കട്ടിങ് ഓഫ് വുഡ്സ്. ഓക്കെ, മരം വെട്ടിയതിന് ശേഷം പിന്നെ നമുക്കതിനെ നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കല്ലേ. അപ്പം കട്ടിങ് ഓഫ് വുഡ് എന്താണ് ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ലാസ്റ്റ് വൺ എന്താ പറയുന്നത് ബേണിംഗ് ഓഫ് പേപ്പർ എന്താ ചെയ്യുന്നത് പേപ്പർ കത്തിച്ച് നമുക്ക് എന്താ കിട്ടുക, കരിയായിട്ട്. ആ കരിനെ വീണ്ടും നമുക്ക് പേപ്പറാക്കി മാറ്റാൻ കഴിയുമോ, ഒരിക്കലും ഇല്ലല്ലേ. ആ ബേണിംഗ് ഓഫ് പേപ്പർ എന്താണ് കെമിക്കൽ ചേഞ്ചസ് ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായ ഓപ്ഷൻസ് ഏതാണെന്ന് തിരഞ്ഞെടുക്കണം. ഓക്കെ, അപ്പോൾ ഫ്രം ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ ഫൈൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ചസുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് താഴെ കൊടുത്തത് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത്, 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ നോ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ്. കെമിക്കൽ ചേഞ്ചസിൽ പുതിയ സബ്സ്റ്റൻസസ് ഒന്നും ഫോം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. തെറ്റാണല്ലോ. അതെ, ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ് അല്ലേ. പുതിയൊരു മോളിക്യൂൾസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ടെമ്പററി ചേഞ്ച് ആണോ, അല്ല, പെർമനൻറ്റ് ചേഞ്ചാണ്. അപ്പം ഓപ്ഷൻ 2ഉം 4ഉമാണ് ആൻസർ ശരിയായത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. താഴെ കൊടുത്തവയിൽ ഏതാണ്? മെൽട്ടിങ് ഓഫ് വാക്സും ബേണിംഗ് ഓഫ് വാക്സും അവിടെ ഉണ്ട്. അപ്പം വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. താഴെ കൊടുത്തവയിൽ ഏതാണ് കെമിക്കൽ ചേഞ്ചസ് ആണെന്ന്. വാട്ടർ ഈസ് വേപ്പറൈസ് ഫിസിക്കൽ ചേഞ്ച് അല്ലേ. ബേണിംഗ് ഓഫ് ഫയർവുഡ് കെമിക്കൽ ചേഞ്ച് അല്ലേ. മെൽട്ടിങ് ഓഫ് വാക്സ് എന്താണ് ഫിസിക്കൽ ചേഞ്ച് അല്ലേ. ബേണിംഗ് ഓഫ് വാക്സ് എന്താണ് കെമിക്കൽ ചേഞ്ചസ്. അപ്പം 2ഉം 4ഉമാണ് അതിൻ്റെയും ആൻസർ. ഓക്കെ, താങ്ക് യു.